ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ വീടിൻ്റെയൊക്കെ സിങ്കിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേസ്റ്റ് ലൈൻ കൊണ്ടുപോകുന്ന സമയത്ത് എത്ര ഇഞ്ചിൻ്റെ പൈപ്പാണ് നമ്മൾ കൊടുക്കേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്കൊരു സിങ്ക് വരുന്നുണ്ട്. അതിനുള്ള ഓപ്ഷനാണ് നമ്മളോട് പൊക്കിയിട്ടിരിക്കുന്നത്. അതായത് സിങ്ക് കൺഫേം ആയിട്ടില്ല, അതുകൊണ്ടാണ് ഒരു 2 ഇഞ്ച് പൈപ്പാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വർക്ക് ഏരിയയിലും ഒരു സിങ്ക് വരുന്നുണ്ട്. വർക്ക് ഏരിയയിൽ വരുന്ന സിങ്ക് നമ്മൾ താഴെ നിന്ന് കൺസീൽ ചെയ്താണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു വൈ ഇട്ടിട്ട് കണക്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഈ വൈ ഇട്ടതിന് മുന്നേ 2 ഇഞ്ചാണ് വരുന്നത്. ഐ വരുന്നത് നേരെ സിങ്കിൽ നിന്ന് വരുന്നതാണ്. അതിനുശേഷം നമ്മളൊരു ടീ ഇട്ടതിന് ശേഷം ഒരു എയർ കൗൾ കൊടുത്തിട്ടുണ്ട്. അതായത് എയറിൻ്റെ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. സ്മെല്ല് കാര്യങ്ങളൊന്നും സിങ്കിലേക്ക് വരാതിരിക്കുന്നതിനും വെള്ളം സുഗമമായി പോകുന്നതിനും വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ വൈയിൽ നിന്നും തുടങ്ങിയിരിക്കുന്നത് 2.5 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. 2.5 ഇഞ്ച് പൈപ്പാണ് നേരെ വന്നതിന് ശേഷം നമ്മുടെ സിങ്കിന് വേണ്ടി സെപ്പറേറ്റ് കുഴിയുണ്ട്. ആ കുഴിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് 2.5 ഇഞ്ച് പൈപ്പ് നമ്മൾ സിങ്കിന് കൊടുക്കുകയാണെങ്കിൽ വളരെ കാലത്തേക്ക് ബ്ലോക്കോ കാര്യങ്ങളോ അന്ന് പ്രശ്നങ്ങളോ കാര്യമൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചറിയാൻ പറ്റും, നമ്മൾ ബെൻഡ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഷോർട്ട് ബെൻഡ് ഉപയോഗിക്കുക. എൽബോ അതുപോലുള്ള കാര്യങ്ങൾ സിങ്കിൻ്റെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുമ്പോൾ സിങ്കിൻ്റെ വേസ്റ്റ് ലൈനിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ബെൻഡ് സിസ്റ്റം വളരെ സുഗമമായിട്ട് ഒരു കർവ് രീതിയിലായതുകൊണ്ട് ബെൻഡിലൂടെ വരുന്ന വേസ്റ്റ് കാര്യങ്ങളൊക്കെ വളരെ സുഗമമായിട്ട് ഒഴുകിപ്പോവും. പക്ഷേ എൽബോ സിസ്റ്റം ആകുമ്പോൾ ഒരു 90 ഡിഗ്രി ആയതുകൊണ്ട്, അതായത് ഒരു കർവ് വരുന്നുണ്ട്, ഒരു കട്ടിങ് വരുന്നതുകൊണ്ട് അവിടെ ബ്ലോക്ക് ഒന്ന് അടിയാനും അതായത് വേസ്റ്റ് ഒന്ന് അടിച്ചത് ബ്ലോക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ ലൈൻ പണിയുന്ന സമയത്ത്, സിങ്കിൻ്റെ വേസ്റ്റ് ലൈൻ പണിയുന്ന സമയത്ത് മാക്സിമം നമുക്ക് ബെൻഡും അതുപോലെ തന്നെ ഷോർട്ട് ബെൻഡ്, അത് 45 ഇതുപോലുള്ള ഫിറ്റിങ്സ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൽബോ നമ്മൾ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. പിന്നെ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്യാവശ്യം നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ പൈപ്പിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ഈ 2.5 ഇഞ്ച് മാറ്റിയതിന് ശേഷം 3 ഇഞ്ച് ആക്കിയാലും പ്രശ്നമില്ല. എല്ലാം കൂടി കൺവേർട്ട് ചെയ്തതിന് ശേഷം എല്ലാ സിങ്കുകളിൽ നിന്നും മിനിമം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 സിങ്ക് എങ്കിലും ഒരു വീട്ടിലിപ്പോൾ ഓൾറെഡി ഉണ്ടാവും. സാധാരണ ഒരു കിച്ചണിലൊരു സിങ്ക് ഉണ്ടാവും, അതുപോലെ തന്നെ വർക്ക് ഏരിയയിലൊരു സിങ്ക് ഉണ്ടാവും. ഇത് രണ്ടും കൂടിയിട്ട് ഒന്നിച്ച് കണക്ട് ചെയ്ത് ഒരു മാൻഹോൾ വഴിയോ അല്ലെങ്കിൽ 3 ഇഞ്ച് പൈപ്പ് ഒഴുകുകയോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ 2.5 ഇഞ്ച് പൈപ്പായാലും പ്രശ്നം വരുന്നില്ല. 2 ഇഞ്ച് ഡയറക്റ്റായിട്ട് നമ്മൾ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 2 ഇഞ്ച് വന്നതിന് ശേഷം അത് നേരെ ഒരു 2.5 ഇഞ്ച് പൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം സിങ്ക് കൊടുക്കുകയാണെങ്കിൽ മാക്സിമം നമുക്ക് ബ്ലോക്ക് കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയർ കൗൾഡ് സിസ്റ്റം കൊടുക്കുകയാണെങ്കിൽ കുഴിയിൽ നിന്ന് വരുന്ന സ്മെല്ല് സിങ്കിൻ്റെ അകത്തേക്ക് കിച്ചണിലേക്ക് കയറാതെ പുറത്ത് തന്നെ റിലീസായി പോകുന്നൊരവസ്ഥയായിരിക്കും ഏറ്റവും നല്ലത് ഉണ്ടാവുക. അതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചോറുപറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കുഴിയിലേക്ക് പോകുന്നത് ദ്രവിക്കുക കാര്യങ്ങളൊന്നുമില്ല, ചീഞ്ഞ ഒരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക. ആ സ്മെല്ല് കുഴിയിൽ നിന്ന് റിലീസായില്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ വീടിൻ്റെ അകത്തേക്കായിരിക്കും വരുന്നത്. അപ്പോൾ എയറിൻ്റെ സിസ്റ്റത്തിന് വേണ്ടി എയർ കൗൾ മസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് കിച്ചണിലേക്ക് കൊണ്ടുപോകുന്ന പൈപ്പും അതുതന്നെ അതിൻ്റെ അളവുകളും അതിൻ്റെ ഏതൊക്കെ പൈപ്പ് ഉപയോഗിക്കണം എന്നൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.